ഡോക്ടർ സിസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യം തടഞ്ഞ സർക്കാർ നടപടിയിൽ കാരണം വ്യക്തമാക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി 2 വർഷമായിട്ടും ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല. ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ കാരണം അറിയിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, നേരത്തെയും ഇതേ വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്നും സർക്കാരിന് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നതല്ലേ? ഇപ്പോൾ ഡോക്ടർ സിസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യം തടഞ്ഞതിൽ സർക്കാർ എന്ന് മറുപടി നൽകണം എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക VC-യാണ് ഡോക്ടർ സിസ തോമസ്. സിസ തോമസിന്റെ വിരമിക്കൽ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് സർക്കാർ തടഞ്ഞുവെച്ചത്. 2 വർഷമായാണ് ഇക്കാര്യങ്ങൾ തടഞ്ഞുവെച്ചിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്ത് സിസ തോമസ് നൽകിയ ഹർജിയിലാണ് തുടർച്ചയായ 2ാം ദിവസവും സർക്കാരിനോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ജസ്റ്റിസ് A മുഹമ്മദ് മുസ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് ചോദ്യം. സിസ തോമസിന്റെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞ സർക്കാർ നടപടിക്ക് കാരണം വ്യക്തമാക്കിയ മതിയാവൂ എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് നിർദ്ദേശം നൽകിയത്. 2 വർഷമായിട്ടും ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ഒപ്പം ഇക്കാര്യത്തിൽ ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ഈ മാസം 27-നുള്ളിൽ സർക്കാർ കാരണം ബോധിപ്പിക്കണം എന്നുകൂടി കാരണം അറിയിക്കണം എന്നുകൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് നിർദ്ദേശം. ഇന്നലെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ ആനുകൂല്യങ്ങൾ നൽകാത്തത് എന്ന കാര്യമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്നലെ സർക്കാരിനോട് ചോദിച്ചത്. ഒപ്പം ചാൻസലർ കൂടിയായ ഗവർണർ ഏൽപ്പിച്ച ചുമതലകളാണ് സിസ തോമസ് നിർവഹിക്കുന്നത്. സിസ തോമസിനോട് വൈരാഗ്യം എന്തിന് എന്ന ചോദ്യവും ഇന്നലെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ഇതിൽ സർക്കാർ ഇന്നലെ നൽകിയ മറുപടി ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പായി മാതൃസ്ഥാപനത്തെയും വകുപ്പിനെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയും അറിയിക്കാതെയാണ് നേരത്തെ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനം ഗവർണർ നിയമിക്കുകയും അത് സിസ തോമസ് ഏറ്റെടുക്കുകയും ചെയ്തത്. ഇത് അച്ചടക്ക ലംഘനമാണ്. അതുൾപ്പെടെയുള്ള കാരണങ്ങളാണ് ഈ വിരമിക്കൽ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കാൻ എന്ന കാര്യവുമായിരുന്നു സർക്കാർ അറിയിച്ചത്. ഇത് വകുപ്പിനെ അറിയിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി സർക്കാർ ഇന്നലെ അറിയിച്ചിരുന്നു. മാത്രമല്ല, ഗവർണറുടെ ഉത്തരവിൻ്റെ മാത്രം പിൻബലത്തിലാണ് ഈ സിസ തോമസ് ഈ ചുമതലയേറ്റത് എന്ന കാര്യവും കൂടിയാണ് സിസ തോമസിനെതിരായ അച്ചടക്ക നടപടിയുടെ കാരണമായി സർക്കാർ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തത്. എന്തായാലും സർക്കാർ സിസ തോമസിന്റെ വിരമിക്കൽ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, അതായത് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ ചൊവ്വാഴ്ച ഹൈക്കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ശരി, ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ കാരണം അറിയിക്കാനാണ് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.